പ്രൊഫസർ കെ കെ നീലകണ്ഠൻ്റെ, അദ്ദേഹത്തിൻ്റെ തൂലികാനാമം ഇന്ദുചൂടൻ എന്നാണ്. അദ്ദേഹം എഴുതിയ കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം മലയാളികളുടെ മനസ്സിൽ വളരെയധികം ആഴത്തിൽ സ്വാധീനിച്ച ഒരു പുസ്തകമാണ്. കാരണം കേരളം വളരെ ഹരിത സുന്ദരമായ ഭൂപ്രദേശമാണ്. നമുക്ക് പശ്ചിമഘട്ടത്തിൻ്റെ മനോഹാരിതമുണ്ട്. 44 പുഴകൾ ഒഴുകുന്നുണ്ട്, നീർച്ചാലുകളുണ്ട്, കടൽത്തീരമുണ്ട്. ഇതൊക്കെയുള്ള വളരെ സുന്ദരമായൊരു ഭൂമിയാണ്. ഈ ഭൂമികയിൽ ഇന്ത്യയിൽ ആകെയുള്ള പക്ഷികളുടെ ഏതാണ്ട് പകുതിയോളം നമ്മുടെ ഈ കൊച്ചു പ്രദേശത്ത് 600 കിലോമീറ്റർ താഴെ ഉള്ള ഈ പ്രദേശത്തുണ്ട്. അത്ഭുതകരം അത്. നമുക്ക് 1200 1300 പക്ഷികൾ രാജ്യത്തുണ്ടെന്ന് പറയുമ്പോൾ കേരളത്തിൽ ഏതാണ്ട് 525 പക്ഷികളുണ്ട്. അത് നിസ്സാരമല്ല. അതൊരു വലിയൊരു ബയോഡൈവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ ജൈവവൈവിധ്യത്തിൻ്റെ കാര്യത്തിൽ വലിയ സമ്പന്നമാണ് നമ്മൾ. ലോകം മുഴുവനും എടുത്താൽ വളരെ വിശേഷപ്പെട്ട ഹോട്ട്സ്പോട്ടുകളിലൊന്ന്, ലോകത്തെ ഏറ്റവും വിശേഷപ്പെട്ട ജൈവ വ്യൂഹങ്ങളിൽ 7-8 സ്ഥാനം നമ്മളുടെ പശ്ചിമഘട്ടത്തിനുണ്ട്, നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നുവെച്ചാൽ ഭൂമിയുടെ ഏറ്റവും സുന്ദരമായ ഒരു തുണ്ട് പ്രദേശത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ധാരാളം പക്ഷികൾ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് കാണാവുന്നൊരു കാര്യം, നമ്മുടെ ആൾക്കാർ ഈ പക്ഷികളൊന്നും വേണ്ടത്ര ശ്രദ്ധിച്ചിരുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. തമിഴ് ഭാഷയിലായാലും തെലുങ്ക് ഭാഷയിലുമൊക്കെ പക്ഷികൾക്ക് വെവ്വേറെ പേരുകളുണ്ട്. ഒരു ഉദാഹരണം, കൊക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊച്ചിയായിട്ട് ബന്ധപ്പെട്ട് 25 സ്പീഷീസൊന്നുമല്ല, അതിനധികം നമുക്കിവിടെ കണ്ടെത്താൻ കഴിയും. പക്ഷേ മൊത്തത്തിൽ നമ്മൾ അതിനൊരു കൊക്കെന്നങ്ങ് പേരിട്ട് കളയും, അല്ലെങ്കിൽ മുണ്ടി എന്നൊരു പേരിടും. പക്ഷെ മറ്റു പല ഭാഷകളിലും അങ്ങനെയല്ല, ഓരോന്നിനും പ്രത്യേകം പേരുകളുണ്ട്. അപ്പോൾ അത് കൂടുതൽ അവർ പക്ഷികളെ ശ്രദ്ധിച്ചിരുന്നു എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. എന്തായാലും ഭാരതത്തെ മൊത്തത്തിൽ നമ്മൾ എടുത്താലേ നമ്മുടെ പൂർവികർ പക്ഷികളെ കാൽപ്പനികമായി നോക്കിക്കണ്ടവരാണ്. അതിൽ ശാസ്ത്രീയ അംശങ്ങളുണ്ട്, പക്ഷെ അതിനേക്കാളും കൂടുതലായി നമ്മൾ കാണുന്ന അതിനെ മിത്തുകളുടെയും കഥകളുടെയും വിശ്വാസങ്ങളുടെയും ഒക്കെ ഭാഗമായി പക്ഷികളെയൊക്കെ ശ്രദ്ധിച്ചിരുന്നു. നമ്മുടെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ഉപനിഷത്തിൻ്റെ പേര് തന്നെ തൈത്തിരി ഉപനിഷത്താണ്, തിത്തിരി പക്ഷിയാണ്. പിന്നെ ഇതിഹാസങ്ങൾ മുഴുവൻ പക്ഷികളെക്കുറിച്ചുള്ള സൂക്ഷ്മ വിവരങ്ങളുണ്ട്. അത് നമുക്ക് പറയാനാണെങ്കിൽ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. രാമായണം ഉണ്ടായത് തന്നെ ക്രൗഞ്ചപ്പക്ഷികളെ വേടനമ്പ ചെയ്ത് വീഴ്ത്തിയത് കണ്ട് മനുഷ്യത എന്ന് അടുത്ത് കാട്ടാള എന്ന് പറഞ്ഞ ശാപത്തിൽ നിന്നാണ് അത് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ എല്ലാ അർത്ഥത്തിലും നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള, നമ്മുടെ ഭാവനയെ സ്വാധീനിച്ചിട്ടുള്ള, ലോകമെമ്പാടുമുള്ള ചിന്തിക്കുന്ന മനുഷ്യരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ജീവിവർഗമാണ് ഈ പക്ഷികൾ. അപ്പോൾ കേരളത്തിലേക്ക് നമ്മൾ മടങ്ങി വന്നാൽ ഈ പക്ഷികളെക്കുറിച്ച് ശാസ്ത്രീയമായ അറിവ് നമുക്ക് ഇവിടെ ശാസ്ത്രീയമായി നമുക്ക് ലഭിച്ചു തുടങ്ങിയത് ബ്രിട്ടീഷുകാർ ചിലർ നമ്മുടെ മലബാർ മേഖലകളിലും മറ്റും ചില പക്ഷി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒറ്റപ്പെട്ട പഠനങ്ങളാണ്. ഇപ്പോൾ കോൺഗ്രസ് സ്ഥാപിച്ച എ.ഒ. ഹ്യൂം തന്നെ അദ്ദേഹത്തിൻ്റെ ചിതറിയ തൂവലുകൾ എന്ന പേരിൽ അദ്ദേഹം ഈ പക്ഷി നിരീക്ഷണ കുറിപ്പുകളും പഠനങ്ങളും ഒക്കെ പിന്നെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഒരു പക്ഷേ അദ്ദേഹം ആണ് ആ മേഖലയിൽ വലിയ സംഭാവന ചെയ്ത ഒരാൾ. പക്ഷേ അതിനൊക്കെ കുറച്ച് പ്രത്യേകതകളുണ്ടായിരുന്നു. അതൊക്കെ അതിനോടൊരു വൈകാരികമായ തരത്തിലല്ല. അവരൊക്കെ വളരെ അതിനൊക്കെ വെടിവെച്ചിടുക, അതിനെ സ്റ്റഫ് ചെയ്ത് സൂക്ഷിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അതിനെ നീളം വളർന്ന് വെക്കുക, ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ അതല്ലാതെ അതിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി വന്ന ആളാണെങ്കിലും ഭാരതത്തിൻ്റെ പക്ഷി ജീവിത പഠനത്തിൻ്റെ പിതാവ് എന്ന് നമുക്ക് വിളിക്കാവുന്നത് ഡോക്ടർ സാലിം അലിയാണ്. അതിൻ്റെ കാരണം ഈ ബ്രിട്ടീഷുകാരുടെ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ പക്ഷികളുടെ സംരക്ഷണം, അതിൻ്റെ എക്കോ സിസ്റ്റത്തെ സംരക്ഷിക്കുക, ഇത്തരം കാര്യങ്ങളിൽ വലിയ പ്രാമുഖ്യം പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അവസാന കാലങ്ങളിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് നാച്ചുറലിസ്റ്റുകളുടെ തലപ്പത്തൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായിട്ടാണ് രാജ്യത്തെമ്പാട് ഈ സംരക്ഷിത പ്രദേശങ്ങളൊക്കെ വരുന്നത്. പ്രധാനമന്ത്രിക്ക് അദ്ദേഹം അഡ്വൈസ് ചെയ്തിട്ടുണ്ട് പല മേഖലകളിലും. ഇപ്പോൾ ഭരത്പൂർ പോലെയുള്ള പക്ഷിസങ്കേതം, അങ്ങനെ എത്ര വേണേലും പറയാം. നമ്മുടെ കേരളത്തിലെ കൊച്ചു തട്ടേക്കാട് പക്ഷിസങ്കേതം സലീമിലിയുടെ പേരിലാണ് വന്നത്. കാരണം അദ്ദേഹം അവിടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ അതൊക്കെ ഇംഗ്ലീഷിൽ ഒക്കെ എഴുതപ്പെട്ട പഠനങ്ങളാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിലെ പക്ഷികളെക്കുറിച്ച് കാര്യമായി പഠിച്ച ആൾ ഡോക്ടർ സാലിം അലിയാണ്. അത് 32 33 വർഷങ്ങളിൽ
അദ്ദേഹം തിരുക്കൊച്ചിയിൽ നടത്തിയ ഒരു പക്ഷി സർവേയാണ്. അന്നത്തെ മഹാരാജാവായിരുന്ന നമ്മുടെ ചിത്തിരുനാൾ മഹാരാജാവിനോട് നമ്മളത് കടപ്പെട്ടിരിക്കുന്നു. കാരണം സാലിം അലി ഹൈദരാബാദിലെ പക്ഷി നിരീക്ഷണത്തിന് ക്ഷണിച്ചിരുന്നു. അദ്ദേഹം ഒരു പക്ഷി സർവേ അവിടെ നടത്തി. ഉടനെ പിന്നെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നത് തിരുവിതാംകൂർ രാജകുടുംബമാണ്. അവർ അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തി. അദ്ദേഹം നമ്മളുടെ തിരുവിതാംകൂറിൽ പക്ഷി സർവേ നടത്തി. അത് കണ്ടുകൊണ്ട് കൊച്ചിക്കാർ ചോദിച്ചു, ഇവിടെ ഇങ്ങനെ വന്ന് നടത്തൂ. അങ്ങനെ കൊച്ചിയിലും പോയി ചെയ്തു. അതാണ് കേരളത്തിലെ പക്ഷികളെ സംബന്ധിച്ച് നമുക്ക് പറയാവുന്ന ആധികാരികമായ രേഖ. ഈ രേഖ അദ്ദേഹം പിന്നീട് ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ ജേർണലിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ പബ്ലിഷ് ചെയ്തു. അതാണ് നമുക്ക് പിന്നെ ഒരു പുറമോട്ട് ചിന്തിച്ചാൽ ഒരു വലിയ ഒരു പക്ഷി വിജ്ഞാനത്തിൻ്റെ ഒരു അടിത്തറ. അതിനുശേഷം അത് അന്നത്തെ നമ്മുടെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരുടെ ശ്രദ്ധയിൽ ഇത് പെട്ടു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം അന്ന് കേരള തിരുവിതാംകൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ കൂടിയായിരുന്നു. അദ്ദേഹം തിരുവിതാംകൂർ സർവകലാശാലയെ കൊണ്ട് അത് പബ്ലിഷ് ചെയ്തു. അത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് പബ്ലിഷ് ചെയ്തത്. നല്ല നിലവാരത്തോടു കൂടി അദ്ദേഹം അത് പബ്ലിഷ് ചെയ്തു. അതിൻ്റെ പേരാണ് ദ ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ. അത് നമുക്ക് വളരെ വളരെ വിലപ്പെട്ട, ഒരു പക്ഷേ അത് അന്നത്തെ ഭരണാധികാരികൾ CP രാമസ്വാമിജിയെക്കുറിച്ച് വ്യത്യസ്തമായ വിമർശനങ്ങൾ നിലനിൽക്കുമ്പോഴും അദ്ദേഹം ചെയ്ത പോസിറ്റീവായ നിരവധി കാര്യങ്ങളുണ്ട്. അതിൽ പ്രത്യേകിച്ചും പക്ഷി വിജ്ഞാന സമ്പത്ത് സംരക്ഷിക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രേഖ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം ചെയ്ത ഈ സേവനം നമുക്ക് മറക്കാൻ പറ്റില്ല. ഈ രാജകുടുംബവും ഈ CP രാമസ്വാമിജിയും ഇക്കാര്യത്തിൽ നമുക്ക് വളരെ അഭിനന്ദനം അർഹിക്കുന്ന പ്രവർത്തനമാണ് ചെയ്തത്. അതേ കാലഘട്ടത്തിൽ തന്നെ 50കളിലെ മാതൃഭൂമിയുടെ എഡിറ്ററായിരുന്ന NV കൃഷ്ണവാര്യർ, അദ്ദേഹം പ്രൊഫസർ KK നീലകണ്ഠൻ, അദ്ദേഹം പക്ഷികളെക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായി പഠിക്കുന്ന ആളാണ്. അദ്ദേഹം സുവോളജി പ്രൊഫസറല്ല, അത് ഇംഗ്ലീഷ് പ്രൊഫസറാണ്. അപ്പോൾ ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ സാധാരണ പിന്നെ പക്ഷികളെക്കുറിച്ചുള്ള ഇങ്ങനെ കുറിപ്പുകൾ വരും, പക്ഷികളെ പരിചയപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കൊന്ന് തുടങ്ങിക്കൂടാ എന്ന് ഇദ്ദേഹത്തോട് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം ആലോചിച്ചു, അത് എന്നെക്കൊണ്ട് പറ്റുമോ? കാരണം അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പ്രൊഫസറാണ്. അദ്ദേഹം മലയാളത്തിൽ അദ്ദേഹത്തിന് എത്ര അറിവുണ്ടെന്ന് അദ്ദേഹത്തിന് തന്നെ സംശയമുണ്ട്. കാരണം അദ്ദേഹം പിന്നെ തമിഴ് പാരമ്പര്യത്തിലുള്ള ആളാണ്. പ്രത്യേകിച്ചും അദ്ദേഹം അയ്യർ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന് പക്ഷികളെക്കുറിച്ച് നല്ല താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് വായിക്കാൻ കാര്യമായിട്ട് പക്ഷികളെ സംബന്ധിച്ച് പുസ്തകങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിന് അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ടായിരുന്നു ഇവിടുന്ന്. പിന്നെ അത് ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ വാങ്ങി വായിച്ചാണ് അദ്ദേഹം ഇതിലുള്ള അറിവ് വർദ്ധിപ്പിച്ചത്. പ്രത്യേകിച്ച് സലീം അലിയുടെ ബുക്കൊക്കെ അദ്ദേഹത്തിന് വലിയ സഹായകരമായി. പിന്നെ ബേർഡ്സ് ഓഫ് ഇന്ത്യ ഒക്കെ പബ്ലിഷ് ചെയ്യപ്പെട്ടിരുന്നു അപ്പോഴത്തേക്ക്. അപ്പോൾ അദ്ദേഹം മാതൃഭൂമിയോട് പറഞ്ഞു, ശരി ഞാൻ എഴുതാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ പക്ഷികളെ പരിചയപ്പെടുത്തിക്കൊണ്ട് പരമ്പരയായിട്ട് കുറേ ലേഖനങ്ങൾ ഇങ്ങനെ എഴുതി. അതാണ് സത്യത്തിൽ സാധാരണ മലയാളിയെ പക്ഷി നിരീക്ഷണത്തിലേക്കും പക്ഷികളെന്ന ഒരു അത്ഭുത പ്രപഞ്ചം നമുക്ക് ചുറ്റുമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന സഹായിച്ചു. ഇന്ദിരാഗാന്ധി കുട്ടിയായിരുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു സലീം അലിയുടെ ഒരു ബുക്ക് പിന്നെ വായിക്കാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുന്നു മോൾക്ക്. അപ്പോഴാണ് ഇന്ദിരാഗാന്ധി പറയുന്നു, മറ്റൊരു ലോകം, മനുഷ്യർ ജീവിക്കുന്ന ഈ ഭൂമിയിൽ നമ്മളോടൊപ്പം ഒരു വലിയ പക്ഷികളുടേതായ ഒരു പ്രപഞ്ചവും കൂടി ഉണ്ടല്ലോ എന്ന് ഞാൻ തിരിച്ചറിയുന്നത് ആ ബുക്ക് വായിച്ചതിന് ശേഷമാണ്, ബേർഡ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ മലയാളികളുടെ കണ്ണ് തുറപ്പിച്ചത്, പക്ഷികളുടെ ലോകത്തേക്ക് മലയാളികളുടെ കണ്ണ് തുറപ്പിച്ചത് ഇന്ദുചൂടനാണ്. നമ്മൾ മലയാള ഭാഷ ഉള്ളിടത്തോളം കാലം, മലയാളികളുള്ളിടത്തോളം കാലം നമ്മൾ അദ്ദേഹത്തുമായിട്ട് കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം അത് പിന്നീട് 1958 സാഹിത്യ അക്കാദമിയുടെ പ്രവർത്തനമൊക്കെ ആരംഭിച്ച സമയത്ത് നമ്മുടെ കേരള സാഹിത്യ അക്കാദമി ആദ്യമായൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് കേരളത്തിലെ പക്ഷികളാണ്. അതിനും അങ്ങനെ ഒരു ചരിത്ര നിയോഗം കൂടി വന്നു. അത് ഇന്നും ആ പുസ്തകം സാഹിത്യ അക്കാദമിയുടെ കയ്യിലാണുള്ളത്. ഇപ്പോൾ 6ാമത്തെ പതിപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ 6ാം പതിപ്പായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പിന്നെ ഈ പക്ഷികളെ സംബന്ധിച്ച്
ആദ്യത്തെ പതിപ്പിൽ 161 പക്ഷികൾ ആണ് വന്നത്. രണ്ടാമത്തെ പതിപ്പ് 261 വന്നു. പിന്നീട് അതിൻ്റെ എണ്ണം കൂടി വന്നു. പിന്നെ 6-ാം പതിപ്പായപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു 527-28 പക്ഷികളെ നമ്മൾ ഇന്ന് കേരളത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം പക്ഷികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ പക്ഷികൾ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരുന്നു, ചിലത് പോകുന്നു. അപ്പോൾ പക്ഷികളെക്കുറിച്ചിട്ടുള്ള ജീവിത പഠനം ഈ നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ച് പഠിക്കുന്നതിനും നമ്മുടെ ജൈവവൈവിധ്യത്തെക്കുറിച്ച് പഠിക്കുന്നതിനും നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പഠിക്കുന്നതിനും ഒക്കെ വളരെ വളരെ സഹായകരമാണ്. നമ്മൾ ആയിരിക്കും പക്ഷികളെക്കുറിച്ച് പഠിക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യങ്ങൾ വരും പലപ്പോഴും. പക്ഷെ അങ്ങനെയല്ല. സൗന്ദര്യാത്മകമായി പക്ഷികളെ നമുക്ക് നോക്കിക്കാണാനും അതിൻ്റെ സംഗീതം കേൾക്കാനും ഒക്കെ കഴിയുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അനുഭവത്തിൻ്റെ അനുഭൂതിയുടെയൊക്കെ തലമാണ്. പക്ഷികളില്ലാത്ത ലോകം നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. രാവിലെ നമ്മൾ എണീക്കുമ്പോൾ തന്നെ കുയിലിൻ്റെ പാട്ട് കേൾക്കാൻ തുടങ്ങും, കാക്ക കരയാൻ തുടങ്ങും, മണ്ണാത്തിപ്പുള്ളുകൾ വരും, ചിലപ്പങ്കിളികളുടെ കിളികിളികിളികിലാന്നുള്ള ശബ്ദം വരും. പിന്നെ എന്തെല്ലാം പക്ഷികൾ നമുക്ക് എണ്ണി പറയാനാണെങ്കിൽ 100 കണക്കിന് പക്ഷികൾ. ഒരു വീട്ടുവളപ്പിൽ, കേരളത്തിലെ ഒരു വീട്ടുവളപ്പിൽ നമ്മൾ നോക്കിയാൽ ഒരു ദിവസം ഒരു 50-100 ഇടയ്ക്കുള്ള വ്യത്യസ്തമായ പക്ഷികൾ വന്നു പോകുന്നുണ്ട്. നിറസൗകുമാര്യം എത്രയോ വ്യത്യാസമാണ്, എത്രയോ സുന്ദരമാണ്. പക്ഷികളെ നമ്മൾ പഠിക്കാൻ തുടങ്ങിയാൽ ഒരു ജന്മം കൊണ്ടൊന്നും പഠിച്ച് തീർക്കാൻ നമുക്ക് കഴിയുകയില്ല. അതിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് നമ്മളെപ്പോഴും ജിജ്ഞാസരാക്കുന്ന, നമ്മളെപ്പോഴും അന്വേഷണത്വരയുണ്ടാക്കുന്ന ഒരു കാര്യം അതിന് പിന്നിലുണ്ട്. പക്ഷേ പക്ഷികളെക്കുറിച്ച് പഠിക്കുന്ന ഏതൊരു കുട്ടിയും അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും പക്ഷികളെക്കുറിച്ച് മാത്രമല്ല പഠിക്കുന്നത്, പക്ഷികളുടെ പഠനത്തിലൂടെ നമ്മുടെ പ്രകൃതിയിലേക്കും പ്രപഞ്ചത്തിലേക്കും ഒന്ന് ഒളിഞ്ഞു നോക്കാനുള്ള ഒരു വാതായനം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷി നിരീക്ഷണം സത്യത്തിൽ പാഠഭാഗങ്ങളുടെ തീർച്ചയായിട്ടും പാഠ്യപദ്ധതി ആവണം. കാരണം ഫീൽഡ് സ്റ്റഡീസ് ഇപ്പോൾ നമ്മളെപ്പോഴും മുറിക്കകത്തിരുന്നു ഇങ്ങനെ പഠിക്കുകയാണ്, പുസ്തകങ്ങൾ പഠിക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് അറിവ് സ്വീകരിക്കണം. അതിന് പൂമ്പാറ്റകളെക്കുറിച്ച് പഠിക്കണം, പക്ഷികളെക്കുറിച്ച് പഠിക്കണം, ഉറുമ്പുകളെക്കുറിച്ച് പഠിക്കണം, നമ്മുടെ കീരിയെക്കുറിച്ച്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു വീട്ടുവളപ്പിൽ തന്നെ എന്തെല്ലാം ജീവജാലങ്ങൾ വന്നു പോകുന്നു അതിനെയൊക്കെ നിരീക്ഷിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ശിലയാണ്. നമ്മൾ സ്വന്തമായ അറിവ് ഉൽപ്പാദിപ്പിക്കണം. നമ്മളെ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നത് ഇത്തരം ഉൽപ്പാദിപ്പിക്കപ്പെട്ട അറിവുകളാണ്. പക്ഷെ നമ്മൾ ജന്മം കൊണ്ട് നമുക്ക് എന്തറിവ് അതിനോട് കൂട്ടിച്ചേർക്കാൻ കഴിയും എന്നുള്ളത് നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ സ്വന്തമായ നിരീക്ഷണ ബോധം വളർത്തണം. അതിനെക്കുറിച്ച് സിസ്റ്റമാറ്റിക്കുള്ള സ്റ്റഡി വരണം. അതെല്ലാം നമ്മുടെ പലതരത്തിൽ നമ്മളെ സ്വാധീനിക്കും. എഴുത്തിൽ സ്വാധീനിക്കും, ഗവേഷണങ്ങൾ സ്വാധീനിക്കും. അതുകൊണ്ട് പക്ഷി പഠനം അത്ര നിസ്സാരപ്പെട്ട ഒരു ശാസ്ത്രമല്ല ഇന്ന്. പക്ഷേ അത് വളരെ വിപുലമായിട്ട് ഇന്ന് ആൾക്കാർ പക്ഷി നിരീക്ഷണ ശാസ്ത്രത്തിലേക്ക് വന്നിട്ടുണ്ട്. ആദ്യകാലത്തെ പഠന രീതിയല്ല. ഇപ്പോൾ സലീമില്ലയുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന അത് വളരെ ഒരർത്ഥത്തിൽ ഈ ഹിംസാത്മകമായിരുന്നു എന്ന് പറയാം. ഒരു പക്ഷിയെ കണ്ടാൽ നമ്മൾ വെടിവെച്ചിടുന്നു, അതിനെക്കുറിച്ച് പഠിക്കുന്നു, അങ്ങനെയാണ്. പക്ഷേ ഇപ്പം അതല്ല. വളരെ ആധുനികമായ ക്യാമറയുണ്ട്, അതിൽ ധാരാളം സംവിധാനങ്ങളുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് നല്ല ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്, അത് വെച്ച് പഠിക്കുന്നുണ്ട്. നല്ല ബൈനാക്കുലേഴ്സ് ഉണ്ട്, ഇതെല്ലാം നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ ഇന്ന് എല്ലാ ഗ്രാമത്തിലും കുറച്ച് പേര് പക്ഷി നിരീക്ഷണത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷി നിരീക്ഷണം കൊണ്ട് മറ്റ് ധാരാളം ശുദ്ധവായു കിട്ടുന്നു, ആരോഗ്യം കിട്ടുന്നു, നമ്മളുടെ മനസ്സ് വളരെ ശാന്തമാകുന്നു, അതോടൊപ്പം പിന്നെ റിലാക്സേഷൻസ് കിട്ടുന്നു, ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നു, വേറെക്കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. അതൊരു സമഗ്ര ജീവിത ദർശനമാണ്, ജീവിത രീതിയാണ്. പ്രകൃതി നിരീക്ഷണത്തിന് പക്ഷി നിരീക്ഷണം പ്രകൃതികളെ നശിപ്പിക്കുന്നതിനെതിരെയുള്ള ഒരു ചെറുത്തുപ്പ് കൂടിയാണ്. കണ്ടോ, പക്ഷി നിരീക്ഷകർക്ക് പ്രകൃതിയെ നശിപ്പിക്കാൻ പറ്റില്ല. ഒരു പ്ലാസ്റ്റിക് വലിച്ചെറിയാൻ തോന്നില്ല, അല്ലെ പുഴയിലേക്ക് ഒരു വിഷം കേൾക്കാൻ തോന്നില്ല, കീടനാശിനി അടിക്കാൻ പറ്റില്ല. കാരണം അവൻ്റെ മനസ്സ് അവനോട് പറയാം അരുതേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പ്രകൃതിയുടെ സംരക്ഷകരായി മാറുന്നതിന് കുട്ടിക്കാലത്തെയുള്ള പക്ഷി നിരീക്ഷണം നമ്മൾ സഹായകരമാകും. അതിനെല്ലാം വഴി തുറന്നത് നമ്മൾ ഇന്ദുചൂടൻ്റെ കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകമാണ്. ഈ സാധാരണ ശാസ്ത്രഗ്രന്ഥങ്ങളെ നമുക്കതിന് മുമ്പും പിമ്പും പല ശാസ്ത്രഗ്രന്ഥങ്ങൾ എഴുതുന്നു. വലിയ വൈജ്ഞാനികമായ ബോധവും അറിവുള്ളവരാണ് എഴുതുന്നത്. പക്ഷെ അത് ജനകീയമാകണമെന്നില്ല. അവരവരുടെ ബുദ്ധിപരമായ അറിവുകളും ഒക്കെ അവർ ഇങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന തരത്തിൽ സ്ഥിതിവിവരക്കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ എഴുതി പോകുന്നേ ഉള്ളൂ.
സാധാരണ ഒരാളിനെ അത് ആകർഷിക്കണമെന്നില്ല. പക്ഷേ ഈ കേരളത്തിലെ പക്ഷികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് കൊച്ചുകുട്ടിക്കും വായിച്ച് മനസ്സിലാവുന്ന രീതിയിലുള്ള മനോഹരമായ ഭാഷയാണ്. അതിലെ പല സാഹിത്യകാരന്മാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും എഴുത്തതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പുനത്തിൽ കുഞ്ഞബ്ദുള്ള, അതുപോലെ സക്കറിയ സാറ്, ഇവരൊക്കെ ആ ഭാഷ ഇങ്ങനെ പോയിച്ചിട്ടുണ്ട്. ധാരാളം പേര് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാക്കയെക്കുറിച്ച് അദ്ദേഹം ഇതിനകത്ത് എഴുതി തുടങ്ങുന്ന ആദ്യത്തെ അധ്യായം തന്നെ കാക്കയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പം കാക്കയെ സംബന്ധിച്ച് നമ്മുടെ ചുറ്റുപാടത്തുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതെല്ലാം അദ്ദേഹം ഇങ്ങനെ വളരെ ലളിതമായി പറഞ്ഞു പോകും. ഒരു കഥ പറയുന്നത് പോലെ അദ്ദേഹം കാക്കയെ നമുക്ക് കാണിച്ചു തരികയാണ്. അല്ല, കാക്കയുടെ അത്യാവശ്യം കാക്കയെക്കുറിച്ച് അറിയേണ്ട സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് അതിനകത്ത്. പക്ഷേ അത് പ്രത്യേകം തന്നെ അവിടെ ഉൾപ്പെടുത്തുകയാണ്. ഞാൻ സ്പീഷീസ് അങ്ങനെ അത്തരം കാര്യങ്ങൾ പ്രത്യേകം വെച്ചിട്ട് ബാക്കിയൊക്കെ ഇങ്ങനെ ലളിതമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകും. ഇപ്പോൾ നമുക്കിത് എടുത്ത് വായിക്കുന്ന ഒരാളിന് ഒരു നോവൽ വായിക്കുന്നത് പോലെയോ ഒരു കഥ വായിക്കുന്ന പോലെയോ ഒരു കാക്കയുടെ ജീവിതം നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ ഇതൾ വിരിഞ്ഞ് വരും. അത് നമ്മളുടെ എഴുത്തുകാരുടെ എഴുത്തിനെ ഇത് സ്വാധീനിച്ചിട്ടുണ്ട്. പല എഴുത്തുകാരും പറഞ്ഞിട്ടുണ്ട്, അത് വളരെ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഭാഷയെ സ്വാധീനിച്ചത് പോലും ഈ കേരളത്തിലെ പക്ഷികളാണെന്ന് പലരും തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ പക്ഷികൾ ഒരു പക്ഷിശാസ്ത്ര ഗ്രന്ഥം എന്നതിലുപരി ഒരു ഭാഷാ ഗ്രന്ഥം കൂടിയാണ്. അല്ലെങ്കിൽ അതൊരു നിരവധി കഥകളുടെ കൂടി സമാഹാരമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. അപ്പോൾ തീർച്ചയായിട്ടും മലയാള ഭാഷയെ സമ്പുഷ്ടീകരിക്കുന്നതിലും അതിനെ വികസിപ്പിക്കുന്നതിലും ഈ ശാസ്ത്ര ഭാഷയെ ജനകീയവൽക്കരിക്കുന്നതിലും ഈ കേരളത്തിലെ പക്ഷികൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നത് നമ്മുടെ മലയാള ഭാഷ ഉള്ളിടത്തോളം കാലം കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം നിലനിൽക്കും. അതിൻ്റെ രചയിതാവും ആയ കെ ഇന്ദുചൂടനും അല്ലെങ്കിൽ കെ നീലകണ്ഠനും ഓർമ്മിക്കപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.